അല്ലാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് പരിശുദ്ധ ഖുർആൻ. വല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറൻ, അന്ന് സമാന്തര പള്ളി ഉണ്ടാക്കി. മസ്ജിദ് ഖുബാവിനും മസ്ജിദ് നബവിക്കും സമാന്തര പള്ളി ഉണ്ടാക്കിയ അല്ലാഹുവിന്റെ റസൂലിനോട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ തഖും ബിഹി അബദ. നബി, ആ പള്ളി തങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ പള്ളിയല്ല. മദീന പള്ളിക്ക് സമാന്തരമായിക്കൊണ്ട്, അതുപോലെ തന്നെ മദീന മസ്ജിദ് ഖുബാവിന് സമാന്തരമായിക്കൊണ്ട് പള്ളി നിർമ്മിച്ച് മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് വിതക്കുവാനും മുസ്ലിമീങ്ങൾക്കിടയിൽ ചിത്രതയുണ്ടാക്കുവാനും വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളിയാണത്. ആ പള്ളിയിൽ ലാ തഖും ബിഹി അബദ, ആ പള്ളി തങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല, അവിടെ തങ്ങൾ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ചോദ്യമുണ്ട്, ഞാൻ ഏത് പള്ളിയിൽ നിസ്കരിക്കണം? ആ ചോദ്യത്തിന് പരിശുദ്ധ ഖുർആൻ ഉത്തരം പറയുന്നു, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ. തഖ്വക്ക് വേണ്ടി പടച്ചവനെ പേടിച്ചുണ്ടാക്കിയ പള്ളി, ഭിന്നിപ്പിക്കാനല്ല, ചിത്രതയുണ്ടാക്കാനല്ല, ലിത്തഖ്വ, തഖ്വക്ക് വേണ്ടി പടച്ചവനെ പേടിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട പള്ളി. ആ പള്ളി ഹഖ്വൻ തഖൂമ ഫീഹി, അതാണ് നബിയെ തങ്ങൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും